സപ്ലൈകോയിൽ ആളുകൾക്ക് സാധനം കിട്ടുന്നുണ്ടോ, വിലക്കുറവുണ്ടോ, അതല്ലേ അറിയേണ്ടത്. ദീപക് മലയമ്മയും അരുൺ സോളമനും ഉണ്ട് തെക്ക് നിന്നും വടക്ക് നിന്നുമായി. ആദ്യം വടക്കോട്ട് പോകാം. ദീപക് മലയമ്മ, ഗുഡ് ഈവനിങ്. സപ്ലൈകോയിലൊക്കെ കയറിയിട്ട് കുറെ കാലമായി കാണുമല്ലോ ദീപക്. അമ്മ പറഞ്ഞു വിട്ടാലും പോകില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ചെല്ലുമ്പോൾ എങ്ങനെയാണ്, വിലക്കുറവുണ്ടോ, സാധനങ്ങൾ ലഭ്യമാണോ? സുജയ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സപ്ലൈകോയിൽ പോകാറുണ്ട്. ഇന്നിപ്പോൾ ഇവിടേക്ക് പറഞ്ഞതിൻ്റെ ഭാഗമായി എത്തിയെന്ന് മാത്രമാണ് ഉള്ളത്. മാവൂർ റോഡിലെ ഒരു സ്റ്റോറിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ ആളുകളൊന്നും അത്ര കണ്ടില്ല. കാരണം ഈ ഓണസമയത്ത് പല ഘട്ടങ്ങളിലായ ആളുകളൊക്കെ വന്ന് സാമഗ്രികളൊക്കെ വാങ്ങിച്ച് പോയതാണ്. ഒപ്പം തന്നെ ഞാൻ ഇവിടെ കൃത്യമായി അന്വേഷിച്ചിരുന്നു എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നുള്ളത്. കുറച്ച് കുഞ്ഞുകുട്ടി പരാധീനതകൾ നേരത്തെ നമ്മൾ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടിട്ടുള്ളതാണ്. പല സാധനങ്ങളും ഇല്ല എന്നുള്ളതായിരുന്നു പരാതി ഉണ്ടായിരുന്നു. അതിൽ തന്നെ 13 ഇനം സബ്സിഡി ഐറ്റങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സബ്സിഡി ഐറ്റങ്ങളും നിലവിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വെളിച്ചെണ്ണയുടെ വിലയുമായി ബന്ധപ്പെട്ട് നേരത്തെ അഭിജിത്തൊക്കെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യത്തിൽ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ 339 രൂപയ്ക്ക് നിലവിൽ സബ്സിഡി റേറ്റിൽ ശബരിയുടെ വെളിച്ചെണ്ണ ഇവിടെ ലഭ്യമാണ്. ഒപ്പം തന്നെ അതിൻ്റെ വില 319 കുറയ്ക്കാൻ പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ സഭയിൽ പറഞ്ഞത് നമ്മൾ കേട്ടതുമാണ്. അതേസമയം തന്നെ വെളിച്ചെണ്ണ കേരയുടെ കാര്യത്തിലാണ് 429 രൂപയുള്ളത്. അത് 419 കുറയ്ക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പിൻ്റെ വിലയുടെ കാര്യത്തിലും 93 രൂപയുള്ളത് അത് 88 രൂപയെ കുറയ്ക്കുമെന്നുള്ള പ്രഖ്യാപനം വരുന്നുണ്ട്. ചെറുപയറിൻ്റെ കാര്യത്തിൽ 90 രൂപയിൽ നിന്ന് 85 രൂപയിലേക്ക് കുറയ്ക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വിപണിയിൽ ഇടപെടൽ നടത്തിയോ എന്നുള്ള ചോദ്യത്തിന് ഏറെക്കുറെ നടത്തി എന്ന് തന്നെ വേണം നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ എന്നുള്ളതാണ്. മറ്റൊന്ന് അരിയുടെ കാര്യത്തിലാണ്. അത് ജയയും കുറുവയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ചില ചർച്ചകൾ നടന്നത് സുജയ്ക്കൊക്കെ ഓർമ്മയുണ്ടാവും. അങ്ങ് തെക്ക് ഭാഗത്തേക്ക് ജയ അരിക്ക് താല്പര്യക്കാരുണ്ട്, വടക്കോട്ട് കുറുവ അരിക്കാണ് താല്പര്യം എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ അരിയുടെ ലഭ്യതയിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. 33 രൂപയ്ക്ക് ജയും കുറുവയൊക്കെ ലഭ്യമാണ്. അരി 25 രൂപയുടേത് കൂടി ഇവിടെ കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ഈ സ്റ്റോറ് നിലവിൽ ഇപ്പോൾ ഓണക്കാലം കഴിഞ്ഞെങ്കിൽ പോലും ഇതിൻ്റെ റാക്കുകളൊക്കെ വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. മറ്റ് സാധനങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ അതിനപ്പുറത്ത് ഈ ഇടപെടൽ മതിയോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും പല കോണുകളിൽ നിന്ന് വരും. ആ ചോദ്യം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ സപ്ലൈകോയിൽ മലബാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ ദീപക് മലയമ്മ കാട്ടിത്തന്നു. അതാ നമ്മൾ വെറുതെ പറയുന്നതല്ല, റാക്കുകളിലൊക്കെ സാധനങ്ങൾ ധാരാളമായി ഇരിക്കുന്നുണ്ട്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് കൂടി ഒന്ന് പോകാം. അരുൺ സോളമൻ, ഗുഡ് ഈവനിങ്. മലബാറിൽ സാധനങ്ങളെല്ലാം ലഭ്യമാണ്. പ്രതിപക്ഷം ഇന്ന് ഈ വിലക്കയറ്റ പ്രമേയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു കഴിയുമ്പോൾ സപ്ലൈകോ അടക്കം പരാജയമെന്നാണ് PC വിഷ്ണുനാഥ് MLA വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ്? സുജയ, നമ്മൾ ഓണക്കാലത്ത് ഉത്രാടപ്പാച്ചിൽ വരെ സപ്ലൈകോയുടെ അവസ്ഥ എങ്ങനെയാണ്, സാധനങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പല ആവർത്തി നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ ഞാനിപ്പോഴുള്ളത് അട്ടക്കുളങ്ങര പീപ്പിൾസ് ബസാറിലാണ്. ഇവിടുത്തെ കാര്യം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം, നിറഞ്ഞ് ഇനി ഈ സ്ഥലത്ത് ഇനി വയ്ക്കാൻ ഇടമില്ലാത്ത രീതിയിലേക്ക് സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന വളരെ കളർഫുള്ളായിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് ആൾക്കാർ കുറവാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ അട്ടക്കുളങ്ങര കിഴക്കേക്കോട്ടയുടെ അടുത്താണ്. അപ്പോൾ ഇനി ഒരു 5 മണിയാകുമ്പോൾ സമയമായിട്ടില്ല, 4:30 ആയിട്ടേ ഉള്ളൂ. 5-5:30 ആകുമ്പോഴാണ് തിരുവനന്തപുരംകാരൊക്കെ സപ്ലൈകോയിലേക്ക് വരുന്നത്. അരുൺ, നമ്മൾ കുറച്ച് നേരത്തെയാണ്. അതെ, തീർച്ചയായിട്ടും സുജയ. ഇതിൽ മറ്റൊരു പ്രത്യേകത, ഈ ഓണക്കാലത്ത് 1 കോടി രൂപയ്ക്ക് മുകളിൽ കച്ചവടം നടന്ന ഒരു പീപ്പിൾസ് ബസാർ കൂടിയാണ്, അതായത് സപ്ലൈകോ കൂടിയാണ്. ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ നമുക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. കാരണം ഓണക്കാലത്ത് ഭക്ഷ്യവകുപ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തി അല്ലെങ്കിൽ ഇടപെട്ട ഒരു മേഖല തന്നെയാണ് സപ്ലൈകോ. കാരണം പ്രത്യേകിച്ചും നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ വെളിച്ചെണ്ണയുടെ വിലയിൽ ക്രമാതീതമായിട്ട് ഇടപെടൽ നടത്താനായിട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കും വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും വളരെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തിങ്കളാഴ്ച നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വരുന്ന സെപ്റ്റംബർ മാസം 22-ാം തീയതി വീണ്ടും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ശബരി വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കേര വെളിച്ചെണ്ണയുടെ വില 10 രൂപയും 20 രൂപയും വീണ്ടും കുറയും. നിലവിൽ ശബരി വെളിച്ചെണ്ണ 339 രൂപയ്ക്ക് കൊടുക്കുന്ന ശബരി വെളിച്ചെണ്ണ 22-ാം തീയതി മുതൽ 319 രൂപയ്ക്ക് ലഭ്യമാകും. 429 രൂപയ്ക്ക് കിട്ടുന്ന കേര വെളിച്ചെണ്ണ അത് 419 രൂപയ്ക്ക് കൊടുക്കുമെന്നുള്ളതാണ്. നേരത്തെ ഇപ്പോൾ ഈ അതുപോലെ തന്നെ അരിയുടെ വില അതും നമുക്ക് ഒരു വർഷത്തെ വില നിലവാരം നോക്കുകയാണെങ്കിൽ പൊതുവിപണിയിൽ എങ്ങനെയാണോ വിലക്കയറ്റം ഉണ്ടായത് ആ നിലയിൽ സപ്ലൈകോയിലും വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴും സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരിടമായിട്ട് സപ്ലൈകോ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തുവരപ്പരിപ്പ്, ചെറുപയർ 90 രൂപയാണ്. സെപ്റ്റംബർ 22 ആവുമ്പോൾ അത് 85 രൂപയ്ക്ക് പൊതുവിപണിയിൽ ജനങ്ങൾക്ക് നൽകാനായിട്ട് കഴിയുമെന്നുള്ളതും GRNൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 5 രൂപ ചെറുപയറിന് കുറയുകയാണ്. വീണ്ടും മറ്റൊന്ന് തുവരപ്പരിപ്പാണ്, അതിനും 5 രൂപ കുറയുന്നുണ്ട്. നിലവിൽ 93 രൂപയാണ്. 88 രൂപയ്ക്ക് 3 ദിവസം വീണ്ടും ലഭിച്ചു തുടങ്ങും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അരിയാണ്. ഇപ്പോൾ നിലവിൽ 25 രൂപയ്ക്കാണ് കിലോയ്ക്ക്
20 കിലോ അരി ഇപ്പോൾ ലഭിച്ച് നൽകി വരുന്നുണ്ട്. മറ്റൊന്ന് ഓണക്കിറ്റ്, അതിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയ ഒരു മേഖല തന്നെയാണ്. അതിൽ തർക്ക വ്യത്യാസങ്ങൾ തന്നെ ഇല്ല. ഇനിയും എന്തുകൊണ്ട് സർക്കാരിന്റെ മുന്നിലേക്ക് ഈ അടിയന്തര പ്രമേയം വന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളിപ്പോൾ കടകളിലൊക്കെ കയറി ഇറങ്ങി. കാരണം പ്രതിപക്ഷം പറയുമ്പോൾ ആ പ്രതിപക്ഷം പറഞ്ഞതിന്റെ ഒരു ഫാക്ട് ചെക്ക് നമ്മൾ നടത്തണമല്ലോ. അതുകൊണ്ട്